ബംഗ്ലാദേശിലെ ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുന്നു. സുനംഗഞ്ച് ജില്ലയിൽ ഹിന്ദു വിഭാഗത്തിന്റെ 100 കണക്കിന് വീടുകളും സ്ഥാപനങ്ങളും തകർത്തു. ക്ഷേത്രം തകർത്തു. സമാധാനം തേടി ന്യൂനപക്ഷ വിഭാഗം പലായനം ചെയ്തു. ഇപ്പോൾ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ പങ്കുവച്ച വിവരങ്ങൾ കർമ്മ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നു എന്നതിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീണ്ടും ബംഗ്ലാദേശിൽ ക്ഷേത്രം തകർത്തു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഉണ്ടായിട്ടുള്ള വലിയ ആക്രമണം ബംഗ്ലാദേശിലെ ക്രിസ്ത്യൻ ഹിന്ദു ബുദ്ധ വിഭാഗങ്ങളെ ഉൾപ്പെടെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കിഴക്കൻ സുനംഗഞ്ച് ജില്ലയിലാണ് വലിയ തോതിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടന്നത്. ലോകം മുഴുവൻ ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഉൾപ്പെടെ ഇന്ത്യ സർവശക്തമായ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴും ബംഗ്ലാദേശിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് വലിയ ആശങ്കാജനകമാണ്. ഞങ്ങളുടെ സംഘത്തിന് ഈ വിവരങ്ങൾ തന്നത് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലാണ്. ഇന്ത്യയിൽ ഈ വിവരങ്ങൾ നിർബന്ധമായിട്ടും പുറത്തുവിടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഈ മതവിഭാഗങ്ങൾ ചേർന്ന് ന്യൂനപക്ഷങ്ങൾ ചേർന്ന് ഒരൊറ്റ സംഘടന ഉണ്ടാക്കി അവർ ജീവൻ നിലനിർത്തുവാനുള്ള അവരുടെ അംഗങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ സമുദായത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ ലോകത്ത് തന്നെ ന്യൂനപക്ഷങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് കെട്ടിപ്പിടിച്ചു നിന്ന് അവർ അതിജീവനത്തിനുള്ള ഒരു പോരാട്ടം നടത്തുന്നത് ഇത് ലോകത്തിലെ ഒരു ആദ്യത്തെ സംഭവമായിരിക്കാം. ഇന്ത്യയിൽ പോലും ഇത്തരത്തിലില്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ വിലപിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയിലെ 90% വരുന്ന ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിനൊപ്പം ആണ്. അവരുടെ കേന്ദ്ര സർക്കാരിൽ വിശ്വാസം അർപ്പിച്ച് അടിയുറച്ചു നിൽക്കുന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് അവർ അതിജീവനത്തിനുള്ള പോരാട്ടം നടത്തുകയാണ്. ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഹിന്ദു കൗൺസിൽ അവർ പറയുന്നത് ബംഗ്ലാദേശിൽ ജീവിക്കുവാൻ വയ്യാത്ത സാഹചര്യമാണ്. സമാധാനപരമായിട്ട് ജീവിക്കുവാൻ പറ്റാത്തത് കൊണ്ട് ബംഗ്ലാദേശിലെ നിരവധി ജില്ലകളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വീടും സ്വത്തുക്കളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉപേക്ഷിച്ചു പോയി. കിഴക്കൻ സുനംഗഞ്ച് ജില്ലയിൽ ക്ഷേത്രം തകർത്തു. 100 കണക്കിന് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ചില ജില്ലകളിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ചില പ്രദേശങ്ങളിൽ ഒത്തുചേർന്ന് അവരുടെ ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം താമസിക്കുകയാണ്. അവിടെയാണ് ആക്രമണമുണ്ടായത്. കിഴക്കൻ സുനംഗഞ്ച് ജില്ലയിൽ അടുത്തിടെ ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത് എന്ന് അവിടുത്തെ ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ബംഗ്ലാദേശ് യൂണിറ്റി കൗൺസിൽ ഇപ്പോൾ കർമ്മ ന്യൂസുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കുറ്റവാളികളെ കണ്ടെത്താൻ സർക്കാർ ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കുറ്റവാളികൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല. തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും ഘടകങ്ങളും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണത്തലവൻ മുഹമ്മദ് യൂനസിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നില്ല. പാവയാണ്, വെറും പാവ തലവൻ മാത്രമാണ് മുഹമ്മദ് യൂനസ് എന്നും ബംഗ്ലാദേശിന് അതിൻ്റെ അതിർത്തികൾക്ക് പുറത്തേക്ക് ഒരു പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ട് തലപ്പത്ത് ഒരു അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനസിനെ പിടിച്ച് വെക്കുകയും രാജ്യത്ത് ആഭ്യന്തരമായി വിവിധ സംഘർഷങ്ങൾ നടത്തുക, അതിൻ്റെ മറവിൽ മുഹമ്മദ് യൂനസിന്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി അതിൻ്റെ മറവിൽ അയാളുടെ നിഴലിൽ വലിയ തോതിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യകത അന്തർദേശീയ തലത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്നും ഇന്ത്യയിലടക്കം വാർത്തകൾ പുറത്തു വരുവാൻ ബംഗ്ലാദേശിലെ വിവിധ ഏജൻസികളും മറ്റും അനുവദിക്കുന്നില്ല എന്നും മുഹമ്മദ് യൂനസ് തന്നെ ഇതിന് തടസ്സം ഉന്നയിക്കുന്നതായിട്ടും ഇപ്പോൾ ഈ കൗൺസിൽ ആരോപിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് കൗൺസിൽ അവരുടെ അഭിഭാഷകരാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്.
ഈ കൗൺസിലിലുള്ള 60-ലധികം അഭിഭാഷകർക്കെതിരെ വ്യാജമായിട്ടുള്ള കേസുകൾ ചുമത്തി അവരെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് എന്നിവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിലക്കുവാൻ വേണ്ടിയിട്ട് നിരവധി ഭീഷണികൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതിയാണ് ആക്രമണം തുടങ്ങിയത്. മഗ്ലാർഗാവ്, മോണിഗാവ്, ഈസ്റ്റ് യൂണിഗ്രാം എന്നിവിടങ്ങളിൽ ഹിന്ദു സമൂഹത്തിന്റെ 100-ലധികം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ പറയുന്നത്. ഒരു ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും തീയിടുകയും ചെയ്തു. നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഗ്രാമവാസികൾ ഭയന്ന് അവരുടെ വീടുകളും സ്വത്തുകളും ഉപേക്ഷിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പലായനം ചെയ്ത് എവിടെയാണെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ഒളിവിൽ താമസിക്കുകയാണ്. ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള മതം മാറ്റം നടക്കുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്നും ഇവർ ആരോപിക്കുന്നു. ഈ ആക്രമണങ്ങളുടെ എല്ലാം കാരണം ഹിന്ദുവായിട്ടുള്ള ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനകത്ത് മതനിന്ദ ആരോപിച്ചാണ് 20കാരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് ഹിന്ദു ഗ്രാമവാസികളായിട്ടുള്ള ആളുകളെ കൂട്ടമായിട്ട് ആക്രമിച്ചത്. ഹിന്ദു ഗ്രാമവാസിയായിട്ടുള്ള ആകാശ് ദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. മുമ്പറിയാം, ഇത് പ്രവാചക നിന്ദയുടെ പേരിലാണ്, മതനിന്ദയുടെ പേരിലാണ് ഇപ്പോഴത്തെ കേസും. ബംഗ്ലാദേശിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ച പോലെ ദാസ് എന്നുള്ള ഒരു ഹിന്ദു സന്യാസി അറസ്റ്റിലായിരുന്നു. ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ പരിഷത്ത് ഇത്തരം വർഗീയ ആക്രമണങ്ങളെ ശക്തമായിട്ട് ഇപ്പോൾ അപലപിക്കുകയാണ്. അക്രമികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും ഇരകൾക്ക് നീതി കൊടുക്കണമെന്നും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെന്നും ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ പരിഷത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭാവിയിലെ ആക്രമണ സംഭവങ്ങൾ തടയുവാൻ ഉത്തരവാദികളായ എല്ലാവരും മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കണമെന്നും അക്രമികളെ ക്രിമിനലുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കുകയുള്ളൂ, ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമായി ബംഗ്ലാദേശിൽ കഴിയുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവർ പറയുന്നു. വലിയ തോതിലുള്ള ടെൻഷനാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത് എന്നാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ പരിഷത്ത് പറയുന്നത്. ഹിന്ദു ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹം ചുമത്തി അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ പ്രദേശത്ത് വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ജാമ്യത്തിൽ ഇറക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ജാമ്യം കിട്ടാവുന്ന നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകാൻ സാധ്യതയുള്ള എല്ലാ ഹിന്ദു അഭിഭാഷകർക്കുമെതിരെ വലിയ തോതിലുള്ള കേസുകൾ ചുമത്തി കോടതിയിൽ അദ്ദേഹത്തിന് അഭിഭാഷകരെ ഇല്ലാതാക്കുക എന്നുള്ളൊരു തന്ത്രം പ്രോസിക്യൂഷനും പോലീസും ബംഗ്ലാദേശ് ഭരിക്കുന്ന ഭരണകൂടവും ഇപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടും ഇപ്പോൾ ഇവർ ആരോപിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ പരിഷത്ത് പറയുന്നത് ഈ യുനെസ് സർക്കാർ അടക്കമുള്ള ആളുകൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയമോ അല്ലെങ്കിൽ ഒരു സങ്കേതമോ ഒരു ആശ്വാസമോ കിട്ടുന്ന ഇടമുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ അടയ്ക്കുകയാണ്. വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിനിടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, ബ്രിട്ടന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വെച്ചുപുറപ്പിക്കുകയില്ല എന്ന് അമേരിക്ക നേരിട്ട് തന്നെ അമേരിക്കൻ കോൺഗ്രസിലെ 11 MP-മാർ ഇപ്പോൾ മുഹമ്മദ് യൂനിസിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതുപോലെ തന്നെ ബ്രിട്ടൻ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അമർച്ച ചെയ്യണം എന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ബ്രിട്ടീഷ് പാർലമെന്റിലെ MP-മാർ ആവശ്യപ്പെട്ടു. ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ വലിയ അവാർഡുകൾ കിട്ടി മഹാൻ എന്ന് പറയുന്ന മുഹമ്മദ് യൂനിസ് ഇപ്പോൾ ഒരു തന്ത്രം സ്വീകരിച്ചിരിക്കുകയാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ബംഗ്ലാദേശിലെല്ലാം സമാധാനപരമാണ് എന്ന് മുഹമ്മദ് യൂനിസ് ഇപ്പോൾ പറയുകയാണ്. ബംഗ്ലാദേശ് ഭരണാധികാരിയായിട്ടുള്ള ഭരണത്തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്
പുറം ലോകത്തേക്ക് പ്രചരിപ്പിക്കുന്നത്. അയാളുടെ മുഖംമൂടി സംരക്ഷിക്കുകയും ഉള്ളിൽ ആഭ്യന്തരമായിട്ട് അവിടെ നടക്കുന്ന കലാപങ്ങളും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവരെ തടയാതിരിക്കുകയും ചെയ്ത് അവർക്ക് ഓശാന പാടുകയും അവർക്ക് കൊടി പിടിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഹമ്മദ് യൂനസ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. എങ്കിൽ കൂടി തന്നെയും മുഹമ്മദ് യൂനസ് പറയുന്നത് കുറ്റവാളികളെ കുറിച്ച് വിവരം കിട്ടിയാൽ അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ്. എല്ലാ വിവരങ്ങളും ഇപ്പോൾ എവിടെ നിന്നാണ് ഇനി ആരാണ് കൊടുക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ട്. ഇപ്പോഴും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതമായ അവസ്ഥയിൽ തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.